ഇപ്പോ കുറച്ചു മുന്നേ ലൈവില് ബിഗ് ബോസ് സാബുമാനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺഫെഷൻ റൂമിൽ പോയ സാബു അവിടെ ചെന്നതിന് ശേഷം ബിഗ് ബോസ് ചില കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. അതായത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പലരെയും വിളിക്കുന്ന തരത്തിൽ ഉള്ള ആ ഒരു ടോക്കിംഗ് ആണ് സാബുമാന്റെ അടുത്ത് ബിഗ് ബോസ് നടത്തിയത്. അതിൽ സാബുമാന്റെ അടുത്ത് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് സാബുമാന് ഈ വീട്ടിനുള്ളിൽ ആരുമായിട്ടാണ് കൂടുതൽ കമ്പനി ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സാബ് പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്ബർ, നെവിൻ ഉണ്ട്, പിന്നെ ആദിലെ പേര്, നൂറെ, അങ്ങനെ കുറെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് തന്നെ ചോദിച്ചു, ഒന്നിൽ കൂടുതൽ പേരുടെ പേരാണല്ലോ സാബു പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ചോദിക്കുന്നു. അപ്പോൾ ഒരാളുടെ പേര് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ പറയുന്നു. ആ പലരുമായിട്ട് ഇങ്ങനെ അടുക്കുന്നു എന്നുള്ള തരത്തിൽ പറയും. എന്നിട്ട് ബിഗ് ബോസ് എന്നാൽ എളുപ്പത്തിൽ ഒരു ചോദ്യം ചോദിക്കാം, ആരുമായിട്ടാണ് കൂടുതൽ അടുക്കാത്ത അല്ലെങ്കിൽ കമ്പനി ഒരു കണക്ട് ആവാത്ത വ്യക്തി ആരാണ് അതിനുള്ളിൽ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നു. അത് ഞാൻ എളുപ്പത്തിൽ പറയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് സാബു പറഞ്ഞ പേര് അനീഷിന്റെ പേരാണ്. അനീഷേട്ടൻ എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. ചില നേരങ്ങളിൽ കൂടുതൽ അടുത്ത് ഇടപെടുന്നെന്ന് തോന്നും, നമ്മൾ തമ്മിൽ കമ്പനി ആവാൻ പോകുന്നത് തോന്നും. എന്നാൽ അടുത്ത നിമിഷം അനീഷേട്ടൻ വേറെ രീതിയിൽ പെരുമാറും എന്നുള്ള തരത്തിൽ സാബു പറയുന്നു. അപ്പോ അനീഷാണ് സാബുവിന് ഇപ്പോഴും ഒട്ടും കണക്ട് ആവാത്ത ഒരു വ്യക്തി എന്നാണ് സാബു ബിഗ് ബോസിനോട് പറഞ്ഞത് തന്നെ. അതിനുശേഷം പിന്നെ ചോദിച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന തരത്തിൽ അവിടെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്നുള്ള തരത്തിലും ഗ്രാൻഡ് ഫിനാലെയാണ് വരുന്നത്, അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകൂ, അതോടൊപ്പം തന്നെ 100% കോൺഫിഡന്റോട് കൂടി മുന്നോട്ട് പോകൂ എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് സാബുവിനെ പുറത്തേക്ക് വിട്ടത് തന്നെ. അതിലെനിക്ക് രസകരമായിട്ട് തോന്നിയത് സാബുവിന് ഇതുവരെയായിട്ടും കണക്ട് ആവാത്ത ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ അനീഷിന്റെ പേര് പറഞ്ഞതാണ്. സാബു ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അനീഷ് ചേട്ടനോട് അടുക്കണമെന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ പല നേരം പലതരത്തിൽ പെരുമാറുന്നു എന്നുള്ള തരത്തിലാണ് സാബു എപ്പോഴും പറയുന്നത്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.